വിഷ്ണുവിനെ കൊണ്ട് പീറ്റർ വന്നത് വൈഫിനെ കൊണ്ടുവന്ന അതേ ഗോഡൗണിലേക്കാണ്. അവൻ നന്ദി മദ്യപിച്ചിരുന്നതിനാൽ അവൻ്റെ പാതി ബോധം പോയ നിലയിലായിരുന്നു. പീറ്റർ വിഷ്ണുവിനെ വലിച്ച് പുറത്തേക്കെറിഞ്ഞു. അവൻ്റെ തല ഗോഡൗണിൻ്റെ ഭിത്തിയിൽ അതിശക്തമായി ചെന്നിടിച്ചു. അപ്പോൾ തന്നെ വിഷ്ണുവിൽ നിന്നും ചെറിയൊരു ഞരക്കം ഉണ്ടായി. ധ്രുവ് ഓഫീസിലിരിക്കെ പെട്ടെന്നാണ് പീറ്ററിൻ്റെ മെസ്സേജ് അവനെ തേടി വരുന്നത്. അതിൽ, സർ, വിഷ്ണുവിനെ പൊക്കിയിട്ടുണ്ട്. നൗ ഈസ് ഇൻ മൈ കസ്റ്റഡി. പിന്നെ ഒരു ലൊക്കേഷനും ഷെയർ ചെയ്തിട്ടുണ്ട്. ധ്രുവ് എബിയോടായി പറഞ്ഞു, എനിക്കൊന്ന് പുറത്ത് പോകണം, ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനുണ്ട്. എന്ന വ്യാജേന ധ്രുവ് അവിടെ നിന്നും ഇറങ്ങി പീറ്റർ അയച്ച ലൊക്കേഷനിലേക്ക് കാറുമായി തിരിച്ചു. ധ്രുവിൻ്റെ കാർ ഒരു ഇരമ്പലോടെ പീറ്ററിൻ്റെ മുന്നിൽ വന്ന് നിന്നു. കാറിൽ നിന്ന് ഇറങ്ങി അവൻ പാഞ്ഞു വന്ന് പീറ്ററിനോട് ചോദിച്ചു, എവിടെ അപ്പൻ്റെ ഡാഷ്മോൻ? പീറ്റർ താഴേക്ക് ചൂണ്ടിക്കാണിച്ച് ധ്രുവ് കാറിൽ നിന്നും ഒരു ഹോക്കി സ്റ്റിക്കും എടുത്ത് ആ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നടന്നു. ധ്രുവ് ഹോക്കി സ്റ്റിക്കും കൊണ്ട് വിഷ്ണുവിനെ ഇടിച്ച് ഇഞ്ചി പരുവമാക്കി അവൻ്റെ രണ്ട് കാലും തല്ലി ഒടിച്ചു. പിന്നെ വൈകിയെ തൊടാനായി ഊങ്ങിയ ആ രണ്ട് കൈകൾ, അതിൻ്റെ അവസ്ഥ പറയാനോ ഉണ്ടോ? ആ രണ്ട് കൈകളും അവൻ തല്ലി ഒടിച്ചു. അവൻ്റെ പ്രൈവറ്റ് ഏരിയയിൽ നല്ല നാല് ചവിട്ടും കൊടുത്തു. അതിൻ്റെ ഒപ്പം നല്ല നാല് തെറിയും. വീണ്ടും ഹോക്കി സ്റ്റിക്ക് ഉയർത്താൻ ശ്രമിച്ച ധ്രുവിനോട് തടഞ്ഞു. വേണ്ട സാർ, ഇനി തല്ലിയാൽ അവൻ ജീവനോടെ ഉണ്ടാവില്ല. ഇത് തന്നെ ധാരാളം. സാർ പൊയ്ക്കോ. അപ്പോഴാണ് പീറ്റർ ധ്രുവിൻ്റെ കയ്യിലെ മുറിവ് ശ്രദ്ധിക്കുന്നത്. അയ്യോ സാർ, സാറിൻ്റെ കൈ നന്നായി മുറിഞ്ഞിട്ടുണ്ട്. അതിൽ ആറി തട്ടിയതാണ് പീറ്റർ. കുഴപ്പമില്ല, ധ്രുവ് മറുപടിയായി പറഞ്ഞു. എന്നാൽ പീറ്റർ അവൻ്റെ കയ്യിലെ ഹാൻഡ് കർച്ചീഫ് കൊണ്ട് അവൻ്റെ കയ്യിലെ മുറിവ് കെട്ടിവെച്ചു കൊടുത്തു. സാർ പൊയ്ക്കോ, ഇവനെ ഞാൻ നോക്കിക്കോളാം, പീറ്റർ പറഞ്ഞു. ധ്രുവ് കാർ ഡ്രൈവിങ്ങിനിടയിലാണ് അവൻ്റെ കൈ അവൻ ശ്രദ്ധിക്കുന്നത്. അതിൽ നിന്നും അത്യാവശ്യമായി തന്നെ ചോര കിനിയുന്നുണ്ട്. ഓ ഷിറ്റ്. അവൻ കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി അതിൽ നിന്നും ഇറങ്ങി. വാട്ടർ ബോട്ടിലെടുത്ത് കൈയും മുഖവും ഒന്ന് കഴുകി അവിടെ അടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലിലേക്ക് കാറും എടുത്തു പോയി. ധ്രുവിന് തല കറങ്ങുന്നത് പോലെ തോന്നി തുടങ്ങി. ഹോസ്പിറ്റലിൽ കയറിയതും ധ്രുവ് നേരെ എമർജൻസി വിഭാഗത്തിലേക്ക് നടന്നു. അവിടെയായുള്ള സ്റ്റാഫുമായി സംസാരിച്ച് നിൽക്കെ തല ചുറ്റി അവൻ അവിടെയുള്ള കൗണ്ടറിലേക്ക് മറിഞ്ഞു. അയ്യോ! സീനിയർ സ്റ്റാഫുകളും ഡോക്ടേഴ്സും അവിടെ തടിച്ചുകൂടി. അവരെല്ലാവരും ചേർന്ന് ധ്രുവിനെ എടുത്ത് ബെഡിലേക്ക് കിടത്തി. നിർത്താതെയുള്ള ഫോണിൻ്റെ ശബ്ദം കേട്ടതും ധ്രുവിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ അവിടെയുള്ള സീനിയർ ഡോക്ടർ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു. എബി വർദ്ധിച്ചു വന്ന ദേഷ്യത്തെ വിളിച്ചു, ഡാ പുല്ലേ, നീ എന്തുണ്ടാക്കാനാ പോയത്? വിളിച്ചിട്ട് ഫോൺ എടുക്കത്തതുമില്ല. എന്ത് പറ്റി? പെട്ടെന്ന് മറുതലക്കെ നിശബ്ദത. ഹലോ, എബി വീണ്ടും വിളിച്ചു. ഡാ ധ്രുവേ. എബിക്ക് ധ്രുവിനോട് ഒരുപാട് ഇഷ്ടം തോന്നുമ്പോഴാണ് അങ്ങനെ വിളിക്കാറ്. പെട്ടെന്ന് ഡോക്ടർ സംസാരിച്ചു തുടങ്ങി. ഇത് ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ കിരണാണ് സംസാരിക്കുന്നത്. താങ്കളുടെ സംസാരത്തിൽ നിന്നും ഇവിടെ കിടക്കുന്നത് താങ്കളുടെ ഫ്രണ്ടാണെന്ന് മനസ്സിലായി. എബി അതേ എന്ന് മറുപടി പറഞ്ഞു. ഡോക്ടർ തുടർന്നു, എത്രയും വേഗം ഇവിടെ വരണം. വരുമ്പോൾ ആളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമായി വേണം വരാൻ. ആളുടെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്. എബി കോൾ കട്ട് ചെയ്തു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കെ ആമി അടുത്ത മീറ്റിങ്ങിനുള്ള ഫയലുമായി ക്യാബിനകത്തേക്ക് വന്നു. എന്നാൽ എബിയുടെ മുഖഭാവം കാണുകെ ആമി ധൃതിയിൽ അവൻ്റെ അടുക്കിലേക്ക് ചെന്നു. ആമി എബി എന്ന് വിളിക്കും മുൻപേ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലായി മുറുകി. അവളുടെ മാറിൽ മുഖം ചേർത്തുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എബി പൊട്ടിക്കരഞ്ഞു. പ്രതീക്ഷിക്കാതെയുള്ള എബിയുടെ ഈ ചെയ്തിൽ ആമിക്ക് ദേഹം തളരുന്ന പോലെ തോന്നി. അവൾക്ക് മനസ്സിലായി കാര്യമായി തന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആമി എബിയെ വിളിച്ചു. ഡാ എബി, എന്തു പറ്റി? എന്താ? ഡി ആമി, എബി വിളിച്ചു. അത് ആമിയൊന്ന് മൂടി. പറയടാ, എന്താ പ്രശ്നം? ഡി, നമ്മുടെ ധ്രുവ് ഹോസ്പിറ്റലാണ്. അവനൊരു ആക്സിഡൻ്റ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവനിപ്പോഴും ബോധം വന്നിട്ടില്ല. എനിക്ക് പേടിയാവുന്നു. അവൻ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാനില്ലടി. ആമി, അവനാണ് എൻ്റെ ധൈര്യം. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആമി കേട്ട വാർത്തയുടെ ഷോക്കിൽ നിന്നും പുറത്തു വരാതെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. ഡാ എബി, വാ, എഴുന്നേക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം. ആമി എബിയെ ഇങ്ങനെയൊക്കെ വലിച്ചെടുത്ത് പുറത്തേക്ക് വന്നു. അതേസമയം തന്നെ അവിടെ മുന്നിലേക്ക് വൈകിയും എത്തി. എബി എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. വൈകിയുടെ മുഖം കൂടി കണ്ടാൽ എബിയുടെ നിയന്ത്രണം വിട്ടുപോകും. വൈഗ ആമിയോടായി തിരക്കി. ഡി എബി, അവൻ എന്ത് പറ്റി? ധ്രുവ് എവിടെ? അവളുടെ ചോദ്യത്തിന് മുന്നിൽ ആമി ഒന്ന് പതറി. അത് വൈഗ, ധ്രുവ് പുറത്ത് പോയിരിക്കുക, ഇപ്പോൾ വരും. പിന്നെ എബിക്ക് തീരെ വയ്യ, ഞാൻ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുക. വൈഗ, അടുത്ത മീറ്റിങ്ങിനുള്ള ഫയൽ എബിയുടെ ടേബിളിൽ ഇരിപ്പുണ്ട്, നീ ഒന്ന് ഹാൻഡിൽ ചെയ്യടാ. വൈഗ ആമിയോട് തിരക്കി. ഞാനും വരണോ കൂടെ? ആമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വേണ്ടടാ, അവൾ മറുപടി പറഞ്ഞു.
ആമി വൈഗയെ ഒന്ന് ഹഗ് ചെയ്ത് അവിടെ നിന്നും പോയി. അവൾക്ക് വൈഗയോട് കള്ളം പറഞ്ഞതിൽ കുറ്റബോധമുണ്ടായി. ആമിയാണ് ഡ്രൈവ് ചെയ്തത്. അവൾ ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിലേക്ക് കാർ കയറ്റിയതും എബി അതിൽ നിന്നും ഇറങ്ങി മുന്നിലേക്ക് ഓടി. എബി എമർജൻസി റൂമിലേക്ക് ഓടി വരുന്നത് കണ്ടതും സെക്യൂരിറ്റി അവനെ തടഞ്ഞു. എന്നാൽ ധ്രുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചതും കുറച്ച് മുന്നേ തന്നെ തന്നോട് സംസാരിച്ച അതേ ഡോക്ടറാണ് എടുത്തത്. ഡോക്ടർ, എബി ഒരു കിതപ്പോടെ വിളിച്ചു. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഡോക്ടറോട് എബി പറഞ്ഞു. ഞാൻ പുറത്തുണ്ട്, സെക്യൂരിറ്റി എന്നെ കയറ്റി വിടുന്നില്ല. അത് കേട്ടതും ഡോക്ടർ പുറത്തേക്ക് വന്നു. അതേസമയം തന്നെ ആമിയും അവിടേക്ക് വന്നു. ഡോക്ടർ കിരൺ അവർ രണ്ടാളെയും കൊണ്ട് പോയത് അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷൻ റൂമിലേക്കാണ്. അദ്ദേഹം അദ്ദേഹത്തിനെ അവർക്ക് രണ്ടാൾക്കും പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഡോക്ടർ കിരൺ. ഡോക്ടർ അവരോടായി ചോദിച്ചു. പേഷ്യൻ്റെ പേര് ധ്രുവ് എന്നാണ്. ഓക്കെ, മിസ്റ്റർ ധ്രുവ് മാധവ് ഒരു ബിസിനസ്മാനാണ് അല്ലേ? എബിയോടായി ചോദിച്ചു. എബിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടറോട് പറഞ്ഞു തുടങ്ങി. മിസ്റ്റർ എബിൻ, ധ്രുവിൻ്റെ കയ്യിൽ ഒരു ആഴത്തിലൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. അതിൽ നിന്നും കുറേയധികം ബ്ലഡും പോയിട്ടുണ്ട്. പിന്നെ അയാൾക്കിപ്പോൾ വന്നിട്ടുള്ളത് പാനിക് അറ്റാക്കാണ്. ആ ഒരു രോഗം ചിലർക്ക് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഭേദമാവും. മറ്റു ചിലരിലാണെങ്കിൽ ഈ അസുഖത്തിൻ്റെ കാഠിന്യം കൂടി വരും. ഇപ്പോൾ ധ്രുവ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലൊരു സ്റ്റേജിലാണ്. ഓക്കെ, മിസ്റ്റർ ധ്രുവ് മാധവന് എപ്പോഴാണ് ആദ്യമായി ഈ പാനിക് അറ്റാക്ക് വന്നതെന്ന് എബിക്ക് ഓർമ്മയുണ്ടോ? ഡോക്ടറിൻ്റെ ചോദ്യം കേൾക്കെ എബി ഓർത്തെടുത്തു. അന്ന്, യെസ് ഡോക്ടർ, അവൻ്റെ അമ്മ മരിച്ച ദിവസം അവന് ഇതുപോലെ ഉണ്ടായി. പിന്നെ വൈഗ, അവളെ ഒരു ദിവസം പെട്ടെന്ന് കാണാതായി. അപ്പോഴും ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ മിസ്റ്റർ ധ്രുവിൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരാണ് ധ്രുവിൻ്റെ അമ്മയും വൈഗയും. ആരാണ് ഈ വൈഗ? ഡോക്ടർ എബിയോടായി ചോദിച്ചു. അത് ഡോക്ടർ, ധ്രുവ് കെട്ടാൻ പോകുന്ന കുട്ടിയാണ് വൈഗ. അവൻ്റെ ഗേൾ ഫ്രണ്ടാണ്. അതെയോ, എനിക്ക് ആ കുട്ടിയാണ് കാണേണ്ടത്, ഡോക്ടർ മറുപടി പറഞ്ഞു. ഇന്നിവിടെ വരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരൂ. എനിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇനി അവർ ഒരുമിച്ച് ജീവിക്കാൻ പോവുകയല്ലേ. അത് ഡോക്ടർ, ഇപ്പോൾ അവളെ മനഃപൂർവ്വം കൊണ്ടുവരാമെന്നതാണ്. ധ്രുവ് അവൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കൊണ്ടുവരാമെന്ന് കരുതി. എബി മറുപടി നൽകി. ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ മിസ്റ്റർ ധ്രുവ് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. പക്ഷേ ധ്രുവിൻ്റെ കൂടെ ഒരാൾ ഉണ്ടാകണം എപ്പോഴും.